ജമാഅത്തെ ഇസ്ലാമി ഈ ലീഗിനകത്തേക്ക് മാത്രമല്ല നുഴഞ്ഞു കയറുന്നത്. അത് CPM മനസ്സിലാക്കാതെ പോകുന്ന കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമി CPMലേക്ക് നുഴഞ്ഞു കയറുന്നില്ലേ? ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിലേക്ക് നുഴഞ്ഞു കയറുന്നില്ലേ? മുസ്ലിം ലീഗിലേക്കും കോൺഗ്രസിലേക്കും CPMിലേക്കും മറ്റു പാർട്ടികളിലൊക്കെ ജമാഅത്തെ ഇസ്ലാമി നുഴഞ്ഞു കയറുന്നുണ്ട്. ഇനി ജമാഅത്തെ ഇസ്ലാമി കാന്തപുരം സുന്നി പ്രസ്ഥാനത്തിലേക്ക് നുഴഞ്ഞു കയറുന്നില്ലേ? അതുപോലെ മറ്റേ സമസ്തയിലേക്ക് നുഴഞ്ഞു കയറുന്നില്ലേ? മുജാഹിദുകളിലേക്ക് നുഴഞ്ഞു കയറുന്നുണ്ട്. ഇതിനെപ്പറ്റി ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ 2011 മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ബൗദ്ധിക ജിഹാദ്, ഇൻ്റലക്ച്വൽ ജിഹാദിനെ കുറിച്ച് ഒരു ലേഖനം എഴുതിയിരുന്നു. ഇൻ്റലക്ച്വൽ ജിഹാദ് എന്ന് പറയുന്നത് അവർ നടത്തുന്ന ജിഹാദ് എന്ന് പറയുന്നത് മറ്റേ കായിക ജിഹാദല്ല, അവർ ബൗദ്ധിക ഇൻ്റലക്ച്വൽ ജിഹാദ് നടത്തുന്നു. 2011 ഞാനത് എഴുതിയത്. 1987 ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ മാധ്യമം പത്രം നിലവിൽ വന്നു. മാധ്യമം പത്രം നിലവിൽ വന്നപ്പോൾ അവർ, ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, ഒരു അമുസ്ലിം പത്രാധിപരെ തിരഞ്ഞു നടന്നു. കാരണം മാധ്യമം പത്രം വരുമ്പോൾ മുസ്ലിം പത്രാധിപരായാൽ ആൾക്കാർ ഇതൊരു മുസ്ലിം പത്രമാണ് എന്ന് വിലയിരുത്തുകയും പല ആളുകളും വാങ്ങാതിരിക്കുകയും ചെയ്യും. അതിന് പലരെയും സമീപിച്ചു. സുമാർ അഴീക്കോടിനെ സമീപിച്ചു, NV കൃഷ്ണവാര്യരെ സമീപിച്ചു. അവസാനം നമ്മുടെ ആരായിരുന്നു പത്രാധിപരായി വന്നത്? ബാലകൃഷ്ണൻ. ബാലകൃഷ്ണനെ കണ്ടെത്തി. ബാലകൃഷ്ണൻ പത്രാധിപരായി.